കാലത്ത് എഴുന്നേറ്റപ്പോ തന്നെ ഒരു പായസം കുടിക്കാൻ മോഹം. ഓണൊക്കെ അല്ലേ, ഒരു പായസം ഉണ്ടാക്കേണ്ട സമയമായല്ലോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ. പക്ഷെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പായസം ഉണ്ടാക്കിയിട്ടില്ല. ഓണൊക്കെ അല്ലേ, ഇന്ന് നമുക്കൊരു പായസം പഠിച്ചാലോ? അങ്ങനെ കാലത്ത് തന്നെ ഡ്രസ്സൊക്കെ മാറി കുട്ടപ്പനായി പായസത്തിന്റെ സാധനങ്ങൾ വാങ്ങാൻ നേരെ കടയിലേക്ക് വിട്ടു. അങ്ങനെ സേമിയ പായസത്തിന് വേണ്ട മുന്തിരിയും മണ്ടിപ്പരിപ്പും പാലും സേമിയും ഒക്കെ വാങ്ങി ബില്ലും കൊടുത്ത് ഞാൻ തിരിച്ചു പോന്നു. എന്തായാലും ഇന്നൊരു പായസം അതിന്റെ കൂടെ എന്റെ ഒരു ഓണക്കഥയും പറഞ്ഞുതരാം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 3ാം ക്ലാസ്സിലോ 4ാം ക്ലാസ്സിലോ പഠിക്കുമ്പോൾ ഓണക്കാലം. പിറ്റേ ദിവസം എന്റെ സ്കൂളിൽ ഓണം സെലിബ്രേഷൻ. അതിന്റെ തലേ ദിവസം അമ്മ ഒരു കവറും കൊണ്ടുവന്നു. അമ്മ കൊണ്ടുവന്നത് ഓണക്കോടിയായിരുന്നു. പക്ഷെ ആ ഓണക്കോടിക്ക് ഒരു ഭയങ്കര പ്രത്യേകത ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ജീൻസ് പാന്റ് ഓണക്കോടിയായി കിട്ടിയത് ആ ഓണത്തിനായിരുന്നു. എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്, ഞാനും ചേട്ടനും അത് ഇട്ടിട്ട് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഭംഗി നോക്കണത്. ട്രൗസർ മാത്രം ഇട്ടാന്നിരുന്ന ആ കുഞ്ഞ കാലഘട്ടത്തിൽ ഒരു പാന്റ് ഇടുന്നുള്ളത് വലിയ ആഗ്രഹമായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു ഓണക്കോടി ഉണ്ടെങ്കിൽ അത് അന്ന് അമ്മ വാങ്ങിയെന്ന പാന്റ് ആയിരിക്കും. അപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടാ. പണ്ട് അമ്മ സേമിയ പായസം ഉണ്ടാക്കിയെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ പായസം അമ്മ അന്ന് ഉണ്ടാക്കിയെന്ന പായസത്തിന്റെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലാട്ടാ. അപ്പൊ ഇന്ന് ചെറിയൊരു കള്ളച്ചിരട് കൂടി എല്ലാവർക്കും എന്റെ അഡ്വാൻസ് ഹാപ്പി ഓണാശംസകൾ.